ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. ഇപ്പൊ ഇവൻ നമുക്ക് കാറിനകത്തിരുന്നോ എന്തും പറയാം, ആൾക്കാരെ അങ്ങ് വിമർശിക്കാം. ബിഗ് ബോസ് സീസൺ 6 തന്നെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അസീറോക്കി ഇന്നൊരു സർക്കാസ്റ്റിക് ആയിട്ടൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. വരുന്നവരും പോണവരും ഒക്കെ അങ്ങ് ഊക്കുക. വേറൊരു കാര്യം, ഈ ഡോഗിന്റെ വേറൊരു കാര്യം അറിയാം. ഇപ്പൊ യവൻ ഇതിനകത്താണ് അല്ലേ, എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. യവൻ ഇതിനകത്ത് കിടന്നുകൊണ്ട് ഭയങ്കര ബഹളമാണ്, ഭയങ്കര കുറച്ചിലാണ്. അത് ശരി, ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. ആ ഷോയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അവര് തിരിച്ചെടുക്കും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഏറ്റവും എളുപ്പവഴി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കിന്റെ വീടിന്റെ പേര് ബിഗ് ബോസ്. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോ ഒരു കൊഴുപ്പുണ്ടാവാ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ യവ ഇപ്പൊ വെളിയിൽ പോയി എവരെയൊക്കെ ഇപ്പൊ അടിച്ച് റെഡിയാക്കും, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അങ്ങനെ ഞാൻ ഒരു ദിവസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് യവൻ അങ്ങ് അഴിച്ചു വിട്ടു. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നീ പകപോക്കാണല്ലേടാ. യവനെ അഴിച്ചു വിട്ടപ്പോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ അങ്ങോട്ടും പോണ്ട, പ്രശ്നവും ഉണ്ടാക്കണ്ട, സംസാരിക്കുകയും വേണ്ട. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. ഇല്ലെങ്കിൽ കർശന നടപടികളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലേ, പുറത്തിരുന്ന് സേഫ് സോണിലിരുന്നിട്ട് കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ അതിന്റെ ഒരു ഫീൽ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അങ്ങനെ ചില ആൾക്കാരൊക്കെ അങ്ങ് തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ അവര് കളത്തിൽ ഇറങ്ങിയപ്പോഴാണ് മുട്ടിടിക്കണത്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കളിക്കും എന്നല്ല, എങ്ങനെ നിൽക്കും, എങ്ങനെ പിടിച്ചു നിൽക്കും, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് പറയാം, എടോ മീശ പിരിച്ചു വെച്ചതുകൊണ്ടോ തലയിൽ കളർ അടിച്ചതുകൊണ്ടോ ഒന്നും നീ റോക്കെ ആവൂല. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഫ്ലാഷ് ബാക്ക്. മക്കൾക്ക് എന്ത് വേണം? ഇടി കൊണ്ട് ക്ഷീണിച്ച് കിടക്കുക, ബോധം വരുമ്പോ എണീറ്റ് പോയിക്കോളും. കൊള്ളാലോ നീ. A few moments later. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എന്റെ പുറത്ത് തുടലും അവനാ എന്റെ താടിയിലും പിടിച്ചാത്തി ഇങ്ങനെ ആക്കിയത്. മനസ്സിലാവുന്നില്ല? മനസ്സിലാക്കി തരാം. Rewind again. പിരിച്ചു വെച്ചതുകൊണ്ടോ തലയിൽ കളർ അടിച്ചതുകൊണ്ടോ ഒന്നും നീ റോക്കെ ആവൂല. എല്ലാ കാര്യത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട് ദാസ. അപ്പൊ ഈ വിമർശിക്കുന്നവരടുത്തും കുറ്റം പറയുന്നവരടുത്തും ഒക്കെ പറയാനുള്ളത് കുറച്ച് സമയം കൊടുക്കുക. എന്താ പോരെ? എന്നാ കാണാം. ഓ കാണാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടിയേ അടിയേ